നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പഴയ കാലങ്ങളിലൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അടിപൊളി ഒരു പലഹാരമാണ് അവൽ വിളയിച്ചത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അവൽ വിളയിച്ചത് ഒരു 4 മണി പലഹാരം മാത്രമല്ല, ചിലയിടങ്ങളിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമൊക്കെ കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അവൽ വിളയിക്കുന്നതിന് ഞാനിവിടെ 2 കിലോ മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ 2 കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്കൊരു കലത്തിൻ്റെ അകത്തേക്ക് ശർക്കര പൊട്ടിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. കലത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ശർക്കര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര നമുക്ക് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 250 മില്ലി വെള്ളവും ഒഴിച്ച് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി തണുത്തതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഉരുക്കാൻ വെച്ചിരുന്ന ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒഴിക്കാവുന്നതാണ്. ശർക്കര ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അടുപ്പിൻ്റെ അകത്തേക്ക് അടി കട്ടിയുള്ള ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ആ ഉരുളിക്കകത്തേക്ക് നമുക്ക് ആദ്യമേ 1 കിലോ അവൽ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 കിലോ അവലും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഒന്നിച്ച് ഇതിനകത്തിട്ട് വറക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പകുതി നമ്മൾ വറുത്തെടുക്കുന്നത്. അവൽ വറുത്തെടുക്കുന്നതിന് എപ്പോഴും അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് തീ കയറും. ഞാനിവിടെ അവൽ വറുത്തെടുക്കുന്നത് ഒരു മീഡിയം ടു ലോ ഹീറ്റിലിട്ടാണ് അവൽ വറുത്തെടുക്കുന്നത്. അവൽ വറുത്ത് പാകമായെന്ന് അറിയുന്നതിന് ഇതേപോലെ കയ്യിലെടുത്ത് ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകണം. അതാണ് അവൽ വറുത്തതിൻ്റെ പാകം. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ അവലും കൂടെ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. അവൽ വറുത്തെടുക്കുമ്പോൾ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അവൽ വറുത്തെടുക്കാനായിട്ട്. അവൽ വിളയിച്ചതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ അവൽ വറുത്ത് എടുക്കുന്നത് തന്നെയാണ്. അവൽ പ്രോപ്പറായിട്ട് വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവൽ വിളയിച്ചത് പാളിപ്പോവും. അതുകൊണ്ട് സമയമെടുത്ത് ക്ഷമയോടെ ചെറിയ തീയിൽ ഇത് വറുത്ത് എടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ 2 കിലോ അവൽ വറുത്തെടുത്തതിന് ശേഷം ഒരു പേപ്പറിലേക്ക് ഇട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അടുത്ത പ്രിപ്പറേഷനിലേക്ക് കടക്കാവുള്ളൂ. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചെറുപയർ പരിപ്പ് കഴുകി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് എടുക്കണം. ഞാനിവിടെ 1/4 കിലോ അഥവാ 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അവരെ വിളയിച്ചത് കാണാനായിട്ട് നല്ലൊരു പൊലിമയാണ്. പക്ഷേ നല്ല രുചിക്ക് എപ്പോഴും ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുപയർ പരിപ്പ് ഒരു പകുതി വറവാകുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 50 ഗ്രാം എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ള് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ചെറുപയർ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പിൻ്റെ നിറം ഒന്ന് മാറി റെഡിഷ് നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറവായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നെയ്യ് ഇത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി റെഡിഷ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ ആ അവൽ വറുത്ത അതേ അടികട്ടിയുള്ള ഉരുളി കഴുകി ഇത് ഈ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളിക്കകത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനീയം അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ അത് തണുത്തതിന് ശേഷം ഇതേപോലെ അരിച്ച് വേണം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പായസം ആയിക്കോട്ടെ അവൽ വിളയിച്ചതായിക്കോട്ടെ ഏതിലാണേലും ഇതിനകത്ത് ഈ കല്ലും മണ്ണും കടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ 2 കിലോ ശർക്കരയാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. ആ 2 കിലോ ശർക്കരയുടെ പാനീയവും നമ്മൾ ഈ ഉരുളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയും അരിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ശർക്കര നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരണം. ഇനി ശർക്കരപ്പാനീയത്തിൻ്റെ അകത്തേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 തേങ്ങ ചിരകിയതിൻ്റെ പീരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തേങ്ങയാണെങ്കിൽ ഒരു 5 തേങ്ങയുടെയും
ഇനി അതല്ല നല്ല വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 4 തേങ്ങയുടെ പീര ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തേങ്ങയുടെ അളവ് ഒരു കാരണവശാലും കുറച്ച് കളയരുത്. നമ്മൾ ആദ്യമേ തേങ്ങ കുറച്ച് ചേർത്ത് അത് നന്നായിട്ട് ശർക്കരയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ബാക്കി തേങ്ങയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ സെറ്റ് ചെയ്ത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വരട്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുകച്ചുവ വന്ന് അവൽ വിളയിച്ചതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് പതുക്കെ ഇതൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് വരട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ ആ ഒരു ജലാംശമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവൽ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയിലും തേങ്ങയുടെ അകത്തേക്ക് അവലിടുമ്പോൾ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് ഞങ്ങളൊരു 3-4 വട്ടമായിട്ട് കുറേശ്ശെ ഇട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അവൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ചട്ടകം ഒന്ന് പുരട്ടിയും കൂടെ കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ അവലും ശർക്കരയും കൂടെ നല്ലപോലെ മിക്സ് ആവത്തുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമുക്കിവിടെ 2 കിലോ അവൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. ചേർത്ത് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അടിയിൽ കൂടുതൽ തീ കിടന്നു കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിച്ച് അത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ഞങ്ങളിവിടെ തീരെ ചെറിയൊരു ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നായിട്ട് അവൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചട്ടകം അതിൻ്റെ മേളിൽ പുരട്ടിയും കൂടെ കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന ചെറുപയർ പരിപ്പും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. വെച്ചിരുന്ന ചെറുപയർ പരിപ്പും എള്ളും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 15 to 20 ഏലക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പഴയ കാലത്തൊക്കെ എല്ലാ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് അവൽ വിളയിച്ചത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഭക്ഷണമാണ് അവൽ. അവലും ശർക്കരയും കൂടിയൊക്കെ വിളയിച്ചതാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് അവൽ വിളയിച്ചത്. ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നല്ല സ്വയംഭൻ അവൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മേളിലേക്കൊന്ന് വിതറി കൊടുക്കാം. ആ പഞ്ചസാര അങ്ങനെ വിതറുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.